ഭക്ഷണം ചൂടാക്കാനായിട്ട് അവളിങ്ങ് വരട്ടെ. ഇന്നത്തോടെ തീർക്കണം അവളുടെ ശല്യം. അവള് ചത്ത മഹാമനസ്കായ ഋതിക അവളുടെ കുഞ്ഞിന്റെ വളർച്ച ഏറ്റെടുത്ത് കുഞ്ഞിന്റെ പോറ്റമ്മയാണ്. എന്റെ കുഞ്ഞിന്റെ അമ്മ, ഭാര്യ, അങ്ങനെ എല്ലായിട്ട് മാറും. മാറിയില്ലെങ്കിൽ മാറ്റിയെടുക്കും ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചപ്പോ എന്നെ എല്ലാരും കൂടി ഇറിറ്റേറ്റ് ചെയ്ത് ഭ്രാന്തനാക്കുന്നു. എടി ദിവ്യേ, നിന്റെ മരണമണി മുഴങ്ങാൻ സമയായി ദിവ്യേ. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ഞങ്ങൾ ചായ കുടിച്ചിട്ടാ. വർമ്മ സാർ അവിടെ? പ്രതാപേട്ടനും ശേഖരേട്ടനും കൂടി CM-നെ കാണാൻ പോയതാ. പക്ഷെ ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. എങ്കിൽ നിങ്ങൾ ഇരിക്കെ, ഞാൻ ശേഖരേട്ടനൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ രാവിലെ തന്നെ എത്തിയല്ലോ. ഇലക്ഷനൊക്കെ അടുത്തിരിക്കുമല്ലേ, അതിന്റെ തിരക്കിലായിരിക്കും. ഇവരുടെ മുന്നിൽ ഒന്ന് നന്മമരമായിട്ട് അഭിനയിച്ചേക്കാം. നാളെ എന്തായാലും ഞാനും ഒരു കാലത്ത് ഇലക്ഷനൊക്കെ ഇറങ്ങേണ്ടതല്ലേ. അണികളുടെ സപ്പോർട്ട്, സ്നേഹമൊക്കെ എനിക്കും വേണ്ടതല്ലേ. അല്ല, നിങ്ങളെപ്പോ വന്നു? വന്നുള്ളൂ മാഡം. എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണോ? നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. അയ്യോ, ഞങ്ങള് ചായ കുടിച്ചിട്ടാ വന്നേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. രാവിലെ വീട്ടിലേക്ക് വന്ന് കയറിട്ട്, അതും ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഒന്നും കഴിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാ? അതെന്തു മര്യാദയാ? അംബിക മാഡം എപ്പോഴും ഞങ്ങളെ ഞെട്ടിക്കുകയാണല്ലോ. ശരിക്കും വർമ്മ സാറിനെക്കാളും വളരെ താഴ്ന്ന ഹൃദയത്തിന്റെ ഉടമയാ അംബിക മാഡം. അച്ഛനെ കണ്ടാണല്ലോ പ്രതാപം പഠിച്ചത്. ചെറുപ്പത്തില് അച്ഛനും അമ്മയും പറയുമായിരുന്നു, അച്ഛന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്ന്. നാളൊരു കാലത്ത് മാഡം രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ലെന്ന് ആര് കണ്ടു? അയ്യോ, എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. അങ്ങനെ പറയരുത് മാഡം. ഒരു വീട്ടില് 2 വകുപ്പ് മന്ത്രിമാരുള്ളത് കുടുംബത്തിന് അഭിമാനമല്ലേ? ഞങ്ങൾക്കും അത് വലിയ സന്തോഷമായിരിക്കും. അംബിക മാഡം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കും. ഇവന്റെ ഒരു കാര്യം. എന്താടാ കരയില്ലേ? മാമിക്ക് വിശക്കാണോ? എന്താ വേണ്ടേ? എന്താ മേഡം ഒരു ബഹളം കേട്ടെ? നീ കേട്ടായിരുന്നല്ലേ നിന്റെ ഭർത്താവ് വന്നതാ. കുഞ്ഞ് കരയുന്നത് അവന് ബുദ്ധിമുട്ടാണെന്ന്. കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അയ്യോ, മേഡം എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അവനോട് പറയാനുള്ളത് പറഞ്ഞ് കണക്കിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അവൻ രാവിലെ തന്നെ മദ്യപിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്, അവന് വിശക്കുന്നു പറഞ്ഞു. എന്തെങ്കിലും ആഹാരം എടുത്ത് വെക്കാനും പറഞ്ഞു. നീ ചെന്ന് എന്താന്ന് വെച്ചാ അവന് കൊടുക്ക. അല്ലെങ്കിലേ അവൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കും. മാഡം, ഞാൻ ചെന്ന ദീപക് സാറിന് അത് ഇഷ്ടപ്പെടുവോ? അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ദിവ്യ. കുറച്ചൊക്കെ കാര്യങ്ങള് ധൈര്യപൂർവ്വം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നീ നിൽക്കുന്ന പോലെ ഇങ്ങനെ പേടിച്ചു നിന്നാ ശരിയാവില്ല. അവൻ നിന്റെ തലയിൽ കയറത്തേ ഉള്ളൂ. ദിവ്യ, നീ ഇപ്പൊ അവന്റെ ഭാര്യയാണ്. എന്റെ അച്ഛനത് അംഗീകരിച്ചതുവാ. അപ്പൊ നീ മടിച്ചു നിൽക്കാതെ മെഗാ ഹാളിലേക്ക് പോ. അല്ല മാഡം, അംബിക മാഡം, ഞാൻ ദീപക് സാറിന് ആഹാരം കൊടുക്കുന്നെങ്ങനെ കണ്ടു കഴിഞ്ഞാ അത് വലിയ പ്രശ്നമാവില്ലേ? അമ്മായി വീട്ടിലില്ല, ക്ഷേത്രത്തിൽ പോയിരിക്കുക. നീ എന്തായാലും ആഹാരം എടുത്തു കൊടുക്ക്. അമ്മായി വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി മാഡം. സത്യം പറയാലോ മാഡം, മാഡം അടുത്ത ഇലക്ഷന് നിന്ന ഒരു വകുപ്പ് മന്ത്രിയായിട്ടല്ല, ഒരു ശക്തിയായ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാ മാഡം. അംബിക മാഡത്തിന്റെ ഈ എളിമയും വിനയവും
വേറെ ഏത് ശ്രീദേവനാ ഉള്ളത്? നിങ്ങൾ എന്നെ ഇങ്ങനെ പുകഴ്ത്തിയാ ഞാൻ എന്താ നിങ്ങളോട് പറയാ? അയ്യോ, സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ ഇതെവിടേക്കടി? അത് ഞാൻ ദീപക് സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ. നിന്നോട് ആരടി പറഞ്ഞത് എന്റെ മകന് ഭക്ഷണം എടുത്തു വെക്കാൻ? അവൻ പറഞ്ഞു നിന്നോട്? ഇല്ല മാഡം, എന്നോട് ഋതിക മാഡമാ ദീപക് സാറിന് വിശക്കുന്നു, ഭക്ഷണം ചൂടാക്കി വെക്കാൻ പറഞ്ഞത്. ഹ, അത് ശരി. അങ്ങനെ ആരെങ്കിലും എന്റെ മകന്റെ കാര്യം പറഞ്ഞാ നീ അങ്ങ് ചാടി വീടുവോ ചെയ്യാൻ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ പറഞ്ഞ നുണകളൊക്കെ കേട്ടിട്ട് കേട്ടില്ലാന്ന് നടിച്ച് എല്ലാം ഞാൻ സഹിച്ച് പോട്ടെ പോട്ടേന്ന് വയ്ക്കുന്നതേ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മകന്റെ നിരപരാധിത്വം തെളിയുമെന്ന് ഓർത്തിട്ടാ. മനസ്സിലായോടി? നിന്റെ നാവിറങ്ങി പോയോടി അസത്തെ. എന്നോട് ഋതിക മാഡം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മകന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട്. കേറി പൊടിയാത്ത. കാശിന് വേണ്ടി സ്വന്തം മാനം പോലും നോക്കാതെ മറ്റുള്ളവരുടെ നുണ കേട്ട് നടക്കുന്ന കണ്ട തെണ്ടികൾക്കൊന്നും കേറി ഇറങ്ങാനുള്ളതല്ല ഞങ്ങളുടെ വീട്ടിലെ കിച്ചൻ. പോടി. ഇവൾ ഇതുവരെ വന്നില്ലല്ലോ. അവള് വരും. എന്നോടുള്ള വാശിക്ക് ഋതിക അവളെ പറഞ്ഞുവിടും. ഇവിടെ വെയിറ്റ് ചെയ്യാം. വിഷ്ണു ആണല്ലോ. ഇവനെന്താ കാലത്ത് തന്നെ? ഹലോ വിഷ്ണു. അവള് വന്ന് കയറിയില്ല. അപ്പോഴേക്കും അവന് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. ഭാര്യ പദവി കയ്യിലെടുക്കാനുള്ള അവളുടെ അടവ് കൊള്ളാം. പക്ഷെ ആ അടവ് അംബിക ഇവിടെ ഉള്ളപ്പോ അവൾ ഇറക്കാൻ പോകുന്നില്ല. വേണ്ട, ആദ്യം ഹാളിലിരിക്കുന്ന പ്രവർത്തകർക്ക് നല്ലൊരു ചായ ഇട്ട് കൊടുക്കാം. യുവന്മാരെയൊക്കെ സോപ്പിട്ട് നിർത്തിയാലല്ലേ ഞാൻ നാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ എനിക്കൊരു സപ്പോർട്ടൊക്കെ ഉണ്ടാവും. നീ കിച്ചണിലേക്ക് പോയില്ലേ? ഇല്ല. എടി, നിന്നെ കൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെപ്പിക്കണമെന്ന് ഞാൻ ഋതികയോട് പറഞ്ഞിട്ടല്ലേ വന്നേ. നീ എങ്ങോട്ടേ ഓടിപ്പോന്നേ? ദീപക് സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പോയതാ. അപ്പൊ അംബിക മാഡം എന്നെ തടഞ്ഞു. അംബിക മാഡം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചോളാന്ന് പറഞ്ഞ് എന്നെ വഴക്കു പറഞ്ഞു. ദൈവമേ, അമ്മ. അമ്മ മരിച്ചോ? അമ്മേ, 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 എണീക്കമ്മേ, അമ്മേ, അമ്മേ.
അമ്മേ അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മ എണീക്കമ്മേ. അമ്മേ അയ്യോ അമ്മേ എണീക്ക്. ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റിയടാ? അമ്മേ എടാ ദീപക്ക് എന്ത് പറ്റിയത്? എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ശബ്ദം കേട്ട് ഞാൻ വന്നപ്പോ ദേ, അമ്മ ബോധമില്ലാതെ കിടക്കുന്നു. അയ്യോ അമ്മേ ചേച്ചി അമ്മേ എന്ത് പറ്റി ചെറിയമേ? ചേച്ചി എണീക്കമ്മേ. ബോധം കെട്ടി വീണു. എടാ നോക്കി നിൽക്കാതെ മുഖത്ത് വെള്ളം എടുത്ത് ഒഴിക്കേ. അയ്യോ ഇത് മുഖത്ത് വെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല. പിന്നെ കൈയും കാലും ഇങ്ങനെ ചൂടാക്കണം. അമ്മേ ചേച്ചി അമ്മേ ചേച്ചി അമ്മേ, ചേച്ചി എണീക്കമ്മേ. അമ്മേ ചേച്ചി അമ്മേ ദൈവമേ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? ചേച്ചി എണീക്ക് ചേച്ചി. ചേച്ചി അമ്മേ ഒന്ന് എണീക്കമ്മേ. ചേച്ചി അമ്മേ ഒന്ന് കണ്ണു തുറക്കേ. ചേച്ചി ഞാനിത് എവിടെയാ? ഭാഗ്യം അമ്മയ്ക്കൊന്നും പറ്റിയില്ല. എടാ ചേച്ചി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നീ കാർ എടുക്ക്. അമ്മേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഏയ്, പോയി കാർ എടുക്കണോ? ചെല്ല്. ശരി സാർ. എന്തു പറ്റിയതാ മാഡം? അറിയില്ല. ഞാനേ അതിലൊന്ന് തൊട്ടതേ ഓർമ്മയുള്ളൂ. തലയ്ക്ക് ചുറ്റും പൊന്നീച്ച പറക്കുന്ന പോലെ തോന്നി. പിന്നെ പിന്നെ ഇപ്പോഴാ എനിക്ക് ബോധം വന്നേ. ചേച്ചിക്ക് ചിലപ്പോ BP കൂടിയതാവും. എടാ ദീപക്കെ നോക്കി നിൽക്കാതെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ശരി അമ്മായി. ചേച്ചി പതുക്കെ വാ അമ്മേ. സൂക്ഷിച്ചു. എനിക്ക് അതൊക്കെ എഴുന്നേക്ക്. ദീപക്കെ ഞാനും കൂടെ വരാം. വേണ്ട അമ്മായി, ഞാൻ അമ്മയെ കൊണ്ടുപോയിക്കോണം. വാ സൂക്ഷിച്ചേ. വാ അമ്മേ. അതൊക്കെ ചെറിയമേ, ദീപകിന്റെ മുഖം കണ്ടിട്ടെ എന്തോ കള്ളലക്ഷണം പോലെ ഉണ്ടല്ലോ. ആണോ? ആണെന്നാ എനിക്ക് തോന്നുന്ന ചെറിയമേ. ഏയ് അവൻ അമ്മയെന്ന് വെച്ചാ ജീവനാ. അതുകൊണ്ട് ചേച്ചിക്ക് ഉപദ്രവമൊന്നും അവൻ ചെയ്യില്ല. മോളൊരു കാര്യം ചെയ്യ്, രാജുവിന് ഫോൺ ചെയ്ത് ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞേക്ക്. ശരി ചെറിയമേ. ആ ദിവ്യ, ഇവനൊന്ന് പിടിച്ചേ. കുട്ട, നിനക്ക് നിന്റെ അമ്മയെ കിട്ടിയല്ലോ. ഇനി കരയാതെ മര്യാദയ്ക്ക് ഉറങ്ങിക്കോണം. ഇല്ലെങ്കിൽ നല്ല അണ്ടി കിട്ടും. ആ ലതിക മാഡം. ഹലോ രാജു, അംബിക അമ്മായിക്കൊരു ബോധക്ഷയം ഉണ്ടായി. ദീപക് അമ്മായിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. അപ്പോ രാജു ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോണം. ആ ശരി മാഡം, ഞാൻ ഉടനെ പോവാം. ശരി. റോഹന്റെ കോളാണല്ലോ. ഈ ചെക്ക എന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നത്? കോൾ എടുക്കണോ? ഇനിയിപ്പോ എടുക്കാതിരുന്ന വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കും. കോൾ എടുക്കാം, അതാ നല്ലത്. ഹലോ ഹലോ ഋതികേ. ആ പറയൂ റോഹൻ, എന്താ വിളിച്ചേ? അതെ, അത് നമ്മുടെ കാര്യേ. ആ നമ്മുടെ കാര്യം പറഞ്ഞോ റോഹൻ. എന്താന്ന് വെച്ചാ പറയേ. അല്ല, വർമ്മയെങ്കിലും അമ്പിയാൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ CM-നെ കാണാൻ പോയിരിക്കുക. അമ്മായി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോ ഹോസ്പിറ്റൽ വരെ പോയിരിക്കുക. അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം. അയ്യോ, ആണോ? CM-നെ കാണാൻ വല്യേച്ചനും പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു അവര് പോയത്. വർമ്മയെങ്കിലും വീട്ടിൽ കാണില്ല. ഋതിക ഫ്രീ ആയിരിക്കുമെന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ടാ ഞാൻ ഈ സമയത്ത് തന്നെ വിളിച്ചത്. അല്ല, അംബിക ആന്റിക്ക് എങ്ങനെയുണ്ട്? അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ചെറിയൊരു BP വേരിയേഷൻ ആയിരിക്കും, അല്ലാതെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കേടോ. എടോ,
തന്നെ ഞാൻ വിളിച്ചതേ തന്നോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനാ. നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിരുന്നു. എന്താടോ തനിക്കൊരു സന്തോഷമില്ലാത്ത പോലെ? ഏയ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലേ? എന്നുവെച്ചാ ഒരു സന്തോഷമില്ലല്ലോ. അങ്ങനെയല്ല, റോഹൻ പറഞ്ഞോ. വീട്ടില് സംസാരിച്ചിട്ട് അച്ഛനും അമ്മ എന്ത് പറഞ്ഞു? ഇത് വലിയ തലവേദനയായല്ലോ ഈശ്വര. എടോ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ആക്ച്വലി ഞാൻ തന്നോട് ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ അത് വലിയ ജാടയായി പോവും. ഞാനിതുവരെ ആരോടും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പെൺകുട്ടികൾ. പക്ഷെ എനിക്കിതുവരെ ആരോടും സ്നേഹവും പ്രണയവും തോന്നിയിട്ടില്ല. എസ്പെഷ്യലി വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് തവണ എന്നോട് കല്യാണപ്രായമായി വിവാഹം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്റെ കോൺസെപ്റ്റിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. എടോ പക്ഷെ സീരിയസ്ലി ഞാൻ തന്നെ കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ടായിരുന്ന, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ബാക്കിയൊക്കെ എന്റെ ഇഷ്ടമെന്ന ഒറ്റ വാക്കില് അവര് കാര്യങ്ങൾ പറഞ്ഞു ചുരുക്കി. ഇനി തൻ്റെ ഒരു വാക്കില എല്ലാം ഇരിക്കുന്നത്. എന്താ തനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്? ഹലോ, എന്താടാ ഒന്നും മിണ്ടാത്തെ? ഹലോ, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. രാവിലെ തൊട്ട് ഇങ്ങനെയാ, ആരെങ്കിലും ഫോൺ ചെയ്താ ബ്രേക്കായി പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരിയാ, മഴയൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഋതിക വിളിക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഇവനോട് ഞാൻ ഇനി എന്ത് പറയും? ഇവൻ എന്നെ വിടുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലോ. ചെറിയമ്മയോട് കാര്യം പറയാം. ചെറിയമ്മേ, എന്നിട്ട് റോഹനെ ചെന്നൊന്ന് നേരിട്ട് കാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറ. അങ്ങനൊരു സന്ധി സംഭാഷണത്തിന് രാജു തയ്യാറാവുമെന്ന് ചെറിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? രാജുവിനെ ഇക്കാര്യത്തില് സപ്പോർട്ട് പിടിക്കാൻ കഴിയില്ല ചെറിയമ്മ. ഞാൻ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതാ നല്ലത്. അല്ല, മോളെങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും? ചെറിയമ്മേ, എനിക്ക് ഒരൊറ്റ വഴിയെ എന്റെ മനസ്സിൽ തെളിയുന്നുള്ളൂ.